ശരിക്കും ഇത് ഈ കാര്യത്തിന് ഞാൻ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വിശപ്പ് മാറിയപ്പോൾ നമ്മുടെ ബിഹേവിയർ മാറി. രജ്വീറിൻ്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു MBA കോഴ്സിന് തുല്യമായിട്ടുള്ള നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവുക നമ്മളെ ഒരാളെ ചലഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് ദരിദ്രനായി ജനിച്ചതിൽ കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം അയാളെ ചിരിച്ചുകൊണ്ട് ആൻസർ ചെയ്യുന്നത് ഞാൻ നമുക്ക് വിശപ്പ് വരുമ്പോൾ ദേഷ്യം വരും. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴോ, ഒന്നിനെങ്കിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ വർക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടും. ഇതെന്താ തോർത്തോടെ ഇട്ടിരിക്കണം, ഇതെന്താ പേപ്പറോടെ ഇട്ടേക്കണം, ലൈറ്റ് എന്തിനാ ഇട്ടേക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ദേഷ്യപ്പെടും. പക്ഷേ ആ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളും ജസ്റ്റ് ആലോചിക്കുക, നമുക്ക് വിശക്കുണ്ടോ, എന്നിട്ട് ഒരു ചെറിയ ചായയോ സ്നാക്സോ വല്ലതും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വയറൊന്ന് ചെറുതായിട്ട് ഫില്ലായി കഴിഞ്ഞിട്ട് ഈ സീൻ റീവൈൻഡ് ചെയ്യുക. അപ്പോൾ റീവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഇത് ഈ കാര്യത്തിന് ഞാൻ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വിശപ്പ് മാറിയപ്പോൾ നമ്മുടെ ബിഹേവിയർ മാറി. അതേപോലെ തന്നെയാണ് നമ്മുടെ വിശപ്പ് എന്നുള്ള ആവശ്യം നിറവേറ്റി കഴിയുമ്പോൾ ഓരോരോ ആവശ്യങ്ങൾ, അതായത് ഈ നേരത്തെ പറഞ്ഞ് ദേഷ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ നിറവേറ്റണമെങ്കിൽ നമ്മുടെ മുമ്പത്തെ ആവശ്യം നിറവേറണം. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങളെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരു ശ്രേണിയാക്കി തിരിച്ചിട്ട് ആദ്യത്തെ അടിസ്ഥാന ആവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം, അത് കഴിഞ്ഞ് അടുത്ത ആവശ്യം, അങ്ങനെ നമ്മൾ ഒരു പിരമിഡൊക്കെ പോലെ അങ്ങനെ ഓരോ ആവശ്യം കഴിയുമ്പോഴേ അടുത്ത ആവശ്യം നിറവേറ്റാൻ പറ്റൂ എന്നുള്ളതാണ് അബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ്, ലോകപ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ആ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് രാകേഷ് വളരെ വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞുതരും. നമുക്കത് കേൾക്കാം. ബീഹാറിലുള്ള ഒരാളുടെ ലൈഫ്, അയാളുടെ ജനനം മുതൽ അയാൾ ഓരോ ഘട്ടത്തിലൂടെ ഓരോ പിരമിഡിലേക്ക് മുകളിലേക്ക് കയറിപ്പോയ ആ ഒരു ജേണിയും മാസ്ലോയുടെ പിരമിഡ് ഓഫ് നീഡ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ബ്യൂട്ടിഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ബീഹാറിലുള്ള ഒരാളുടെ കഥയാണ്. അയാളുടെ പേര് രജ്വീർ എന്നാണ്. അയാൾ ജനിക്കുന്നത് ബീഹാറിലാണ്. അയാളുടെ അമ്മ അവിടെ ഒരു ടെക്സ്റ്റൈൽ മില്ലിൽ ലോഡിംഗ് ഒക്കെ ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് 16 മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജോലിയുടെ സമയം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേജും കിട്ടുന്ന വേതനവും കട്ട് ചെയ്യും. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്നത് ഈ ടെക്സ്റ്റൈൽ മില്ലിൻ്റെ ഏതൊരു കോർണറിലാണ്. അങ്ങനെ അയാൾ ജനിച്ചു. അതും അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫൊന്നുമല്ല, ബേസിക് ആയിട്ടുള്ളൊരു നീഡ് മാത്രം. വായു, വെള്ളം, ഭക്ഷണം, ഉറക്കം, ഷെൽട്ടർ, ഇത് മാത്രമാണ് ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് മാസ്ലോയുടെ പിരമിഡിൻ്റെ ബേസ്. മനുഷ്യന്മാർക്ക് ടോട്ടലായിട്ടുള്ള എല്ലാ നീഡുകളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്കൊരു 5 സ്റ്റെപ്പായിട്ട്, ഒരു പിരമിഡിൻ്റെ 5 സ്റ്റെപ്പ് പോലെ, പിരമിഡ് നമുക്ക് ഷേപ്പ് അറിയാലോ, ഏറ്റവും അടിയിൽ വീതി കൂടിയ ബേസ് ആയിരിക്കും, മുകളിലേക്ക് പോകുന്തോറും വീതി കുറഞ്ഞ് കോണായിട്ട് വരും. ആ കോണിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഏറ്റവും അടിയിലെ സെക്ഷനിലായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും ആ സ്റ്റെപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടെ കുറയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ രജ്വീറിൻ്റെ കേസിൽ പിരമിഡിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിനായിരുന്നു, അവിടെ സർവൈവലിന് വേണ്ടിയിട്ടായിരുന്നു രജ്വീർ ഫൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് രജ്വീർ അവിടെ ടെക്സ്റ്റൈൽ മില്ലിൽ അമ്മ ചെയ്യുന്ന ജോലിയൊക്കെ കണ്ട് പഠിച്ച് വളർന്നു. 7 വയസ്സായ സമയത്ത് 3 കാര്യങ്ങൾ രജ്വീർ പഠിച്ചു. ഒന്ന്, എങ്ങനെ വൃത്തിയായിട്ട് കല്ല് ചുമന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, വീഴാതെ വൃത്തിയായിട്ട് ലോഡിങ് പരിപാടി എങ്ങനെ ചെയ്യാന്നുള്ള പഠിച്ചു. രണ്ടാമത്, ഇയാൾക്ക് പഠിക്കാനുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വായിക്കാനൊക്കെ. അപ്പോൾ പല സാധനങ്ങളും പൊതിഞ്ഞിട്ടുള്ള പേപ്പറും ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കണ്ട് ബിറ്റ്സ് ആൻഡ് പീസൊക്കെ കണ്ട് അയാളത് വായിക്കാൻ പഠിച്ചു. മൂന്നാമത് അയാൾ പഠിച്ചത് ഡ്രീം ചെയ്യാനായിരുന്നു. അവിടെ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ഒരു ലേബർ ക്യാമ്പ് പോലെയാണ് ഈ ടെക്സ്റ്റൈൽ മില്ലിൽ. അപ്പോൾ രജ്വീറിൻ്റെ പ്രായത്തിൽ ഉള്ള ഒരുപാട് കുട്ടികൾ വേറെയുണ്ട്. ആ കുട്ടികൾക്കൊന്നും ഈ ഡ്രീം ചെയ്യാനുള്ള പരിപാടി അറിയില്ല. പക്ഷേ രജ്വീറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഡ്രീം ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നു. ഡ്രീം ചെയ്ത് ഈ ബേസിക് ആയിട്ടുള്ള പിരമിഡിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത പിരമിഡിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ രജ്വീറിൻ്റെ ഉള്ളിലെ ഈ ഡ്രീം കണ്ട അമ്മ, രജ്വീറിൻ്റെ ഉള്ളിലെ ഈ ഡ്രീംസ് മനസ്സിലാക്കിയ അമ്മ മനസ്സിലായി ഇവൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, അടുത്ത സ്റ്റെപ്പിലേക്ക് ഇവനെ വിടാനുള്ളൊരു കാലിബർ ഇവനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് രജ്വീറിൻ്റെ അടുത്ത് മുംബൈയിലേക്ക് പോകാൻ പറയാം. രജ്വീറിൻ്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു കസിൻ അവിടെ മുംബൈയിലുണ്ട്. അപ്പോൾ അമ്മ ഒരു പേപ്പറിൽ, പണ്ടൊക്കെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ കത്ത് അവിടെ കാണിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ രജ്വീറിനെ ട്രെയിന് കയറ്റിയിട്ട്
മുംബൈയിൽ ഇയാളെ കാണാൻ വേണ്ടി പോകാൻ പറയും. ഓക്കെ. അപ്പോൾ രജ്വീർ അതിലുള്ള അഡ്രസ്സ് നോക്കി ഇയാളെ മീറ്റ് ചെയ്യും. എന്നിട്ട് ഈ അമ്മ തന്ന ലെറ്റർ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് എന്നായിരുന്നു. അപ്പോൾ രജ്വീർ സഞ്ജയിനെ കണ്ടുമുട്ടി. സഞ്ജയ് അന്ന് എന്താ ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു സോഫ്റ്റ്വെയർ ബൂമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം അത്. അപ്പോൾ വലിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ക്ലീനിങ് ആയിരുന്നു ഇയാളുടെ വർക്ക്. ജെനിറ്റർ വർക്കായിരുന്നു. ഓഫീസ് ക്ലീൻ ചെയ്യുക, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, അവിടെയുള്ള ആൾക്കാർക്ക് ചായ കൊണ്ടു കൊടുക്കുക. ബേസിക്കലി ഒരു ഓഫീസിലൊരു ജെനിറ്റർ വർക്കായിരുന്നു. അപ്പോൾ സഞ്ജയിന് എന്താ ചെയ്യാൻ പറ്റുക? ഈ ജോലി രജ്വീറിനെ പഠിപ്പിക്കാം, സഞ്ജയുടെ കൂടെ നിർത്താം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ രജ്വീർ ബേസിക് ആയിട്ടുള്ള ആ പിരമിഡ് 1 നിന്ന് പിരമിഡ് 1ന്റെ സ്റ്റെപ്പ് നിന്ന് പിരമിഡ് 2ലേക്ക് എത്തി. അപ്പോൾ എല്ലാ മാസവും ഒരു വരുമാനം രജ്വീറിന് വന്നു തുടങ്ങി. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പതുക്കെ രജ്വീർ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണെങ്കിലും എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം അവന് വന്നു തുടങ്ങി. അപ്പോൾ രജ്വീർ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ചെറിയൊരു വാടക മുറിയിൽ റൂമെടുത്ത് താമസിച്ചു. ആദ്യമായിട്ട് രജ്വീർ ഒരു പെയർ ഷൂസ് വാങ്ങിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഇതൊക്കെ ഈ ജോലിയിലൂടെയാണ്. അങ്ങനെയാണ് രജ്വീർ സ്റ്റെപ്പ് 1 പിരമിഡിന്റെ സ്റ്റെപ്പ് 1 നിന്ന് സ്റ്റെപ്പ് 2ലേക്ക് എത്തുന്നത്. ഇതാണ് മെസ്ലോ പിരമിഡിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് അച്ചീവ് ചെയ്തുകൊണ്ടാണ് അയാൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റിയത്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട സേഫ്റ്റി. സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫിസിക്കൽ സേഫ്റ്റി മാത്രമല്ല, ഫിനാൻഷ്യൽ സേഫ്റ്റി കൂടെ ഉണ്ട്. നമുക്കൊരു ഫിനാൻഷ്യൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ടൊക്കെ ഉണ്ടാവില്ല നമ്മുടെ. അങ്ങനെയുള്ള സേഫ്റ്റിയാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഒരു വരുമാനം ഉണ്ട്, അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, സ്വന്തമായിട്ടല്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു ഷെൽട്ടർ എന്നുള്ളൊരു സേഫ്റ്റി എന്നുള്ളൊരു ഫാക്ടർ അവിടെ രജ്വീർ അച്ചീവ് ചെയ്തു. ഓക്കെ. രജ്വീർ അപ്പോഴും ഡ്രീംസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഈ സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താമെന്നുള്ളതും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ രജ്വീർ. ഈ കോൺഫറൻസ് ഹാളിൽ രജ്വീർ ഒരു കാര്യം നോട്ടീസ് ചെയ്തു. ഇവിടെയുള്ള സാറുമാർ ഓഫീസിൽ കയറിയിട്ട് അന്നത്തെ ന്യൂസൊക്കെ ലിസൺ ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് ക്യൂരിയസ് ആയി നോക്കിയപ്പോൾ നമ്മുടെ അലക്സ ഉണ്ടല്ലോ അതിൽ, അല്ലെങ്കിൽ സിരി ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു സിസ്റ്റത്തിനോട് അവർ ചോദിക്കുകയാണ്, ഇന്നത്തെ ന്യൂസ് പറയൂ, അലക്സ പ്ലീസ് ഗെറ്റ് മീ ദറ്റ് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഈ ന്യൂസ് ഇങ്ങനെ അവിടെ പോഡ്കാസ്റ്റ് പോലെ പ്ലേ ആവും. അപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി രജ്വീറിന് പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണല്ലോ. അപ്പോൾ രജ്വീർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷവും ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം സഞ്ജയ് വീട്ടിലേക്ക് പോകും. പക്ഷേ രജ്വീർ ഈ കോൺഫറൻസ് ഹാളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. അവിടെ പോയി ഇരുന്ന് ഉറങ്ങാനല്ല, അവിടെ പോയി എന്തെങ്കിലും കക്കാനുമല്ല, ഇൻഫർമേഷൻ, അയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി കാരണം. പിന്നെ ആ ഓഫീസിലുള്ള സാറുമാർ എന്താ പറയുന്നതെന്നുള്ളത് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആള്. അതേപോലെ അലക്സയുടെ അടുത്ത് അന്നത്തെ ന്യൂസ് എല്ലാവരും പോയതിനു ശേഷം ഈ കോൺഫറൻസ് ഹാളിലിരുന്ന് നമ്മൾ കേൾക്കുമായിരുന്നു. എല്ലാ ന്യൂസും, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഇത് IPO സ്റ്റോക്സ് ഏതാ വരുന്നത്, അങ്ങനെ മുംബൈ അല്ലേ, എല്ലാ റിലേറ്റഡ് ന്യൂസും ഇയാൾ കേൾക്കും. അങ്ങനെ ഇത് ഡെയിലി ജോലി കഴിഞ്ഞതിന് ശേഷവും ആളിത് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ആളുടെ പ്യുവർ ഇൻട്രസ്റ്റ് കാരണം. ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം രജ്വീർ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത്, പോഡ്കാസ്റ്റ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു എമർജൻസി മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ CEO ഒരു ശാലിനി ത്രിപതി എന്ന് പറഞ്ഞൊരു മാഡമാണ്. അവർ പെട്ടെന്ന് കോൺഫറൻസ് ഹാളിൽ കയറി വന്നു. അവർ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടൊരു സ്ത്രീയാണ്, വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ലേഡിയാണ്. അപ്പോൾ പെട്ടെന്ന് രജ്വീറിനെ കണ്ടപ്പോൾ ആരാ എന്താ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ രജ്വീർ വളരെ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു, മാഡം ഞാൻ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനത്തെ കേൾക്കാൻ താല്പര്യമുണ്ടാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് അവിടെ പ്ലേ ചെയ്യുന്നത് മാഡം കേട്ടു. മാഡം അപ്പോൾ ഒറ്റ ഡയലോഗേ പറഞ്ഞുള്ളൂ. അതായിരുന്നു രജ്വീറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലെ ടേണിംഗ് പോയിന്റ്. നാളെ മുതൽ നീ ഇതേ കാര്യം ചെയ്തോ, പക്ഷേ കം വിത്ത് എ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ രജ്വീറിൻ്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു MBA കോഴ്സിന് തുല്യമായിട്ടുള്ള ഒരു ലേണിംഗ് ആണ് രജ്വീറിന് കിട്ടാൻ പോകുന്നത്. വിച്ച് ഇസ് ഒരു വലിയ ടൈറ്റൻ, ഒരു കമ്പനി ബിൽഡ് ചെയ്ത ഒരു സിയോയുടെ അടുത്തു നിന്നാണ് രജ്വീർ MBAയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. സോ മാഡം വളരെ ക്യൂരിയസ് ആയിരുന്നു രജ്വീറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട്. ബിക്കോസ് രജ്വീറിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് ഒരു സാലറിയോ ഒന്നുമല്ല, രജ്വീറിനെ പ്യുവറായിട്ട് ഇൻറ്റേർണലി ഉള്ള മോട്ടിവേഷനാണ്. ഡ്രീം ചെയ്യാനുള്ള രജ്വീറിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റാണ് രജ്വീറിനെ പുഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാഡം, ശാലിനി മാഡം അയാളെ 4 കാര്യങ്ങളാണ് കൊടുത്തത്. 4 കാര്യങ്ങളിലാണ് അയാളെ ഡ്രൈവ് ചെയ്തത്. ഒന്ന് റെക്കഗ്നിഷൻ,
രജ്വീർ ഒരു ജാനിറ്റർ ആണെങ്കിൽ പോലും അയാളുടെ ഇൻ്റലിജൻസിനെ ശാലിനി മാഡം റെക്കഗ്നൈസ് ചെയ്തു. അതെ. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രോത്താണ്. നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവുക നമ്മളെ ഒരാളെ ചലഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ മാഡം രജ്വീറിനെ ചലഞ്ച് ചെയ്തു. രജ്വീറിന് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നുമില്ല, പക്ഷേ MBA പോലെയുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ ചലഞ്ച് ചെയ്തു. അപ്പോൾ രജ്വീർ ഉറപ്പായിട്ട് ഗ്രോ ചെയ്തല്ലേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാഡം കമ്പനിയായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കേസ് സ്റ്റഡികളും അതുപോലത്തെ പ്രോജക്റ്റുകളെ പറ്റിയൊക്കെ രജ്വീറിന് പഠിക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ അത് ഡിസ്കഷൻ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ചെറിയ ചെറിയ ടാസ്കുകൾ ഇനീഷ്യലി രജ്വീറിന് കൊടുത്തിട്ട് രജ്വീറിന് റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്തു ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. നാലാമതായി കൊടുത്തത് പർപ്പസ് ആയിരുന്നു. എന്തിനാണ് ആ കമ്പനിയിൽ രജ്വീർ വരുന്നുണ്ടായിരുന്നത്? ക്ലീനിങ്ങിനായിരുന്നു. അതെ. അതിൽ അയാൾ സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ടാണല്ലോ പുതിയ ഇൻഫർമേഷൻ സീക്ക് ചെയ്ത് കോൺഫറൻസ് ഹോളിൽ എത്തിയത്. അങ്ങനെ സീക്ക് ചെയ്ത് എത്തിയ പർപ്പസ് ഫുൾഫിൽ ചെയ്യായിരുന്നു ശാലിനി മാഡം ചെയ്തത്. രജ്വീർ അങ്ങനെ ഒരു 6 മന്ത്സോളം ഈ ശാലിനി മാഡമുള്ള സെഷനായിട്ട് പതുക്കെ ജെനിറ്റർ ജോലി എന്ന് ശാലിനി മാഡം അയാളെ റിലീവ് ചെയ്യിപ്പിച്ചു. ഒരു അപ്രൻറ്റീസ് ആയിട്ട് കമ്പനിയിൽ കയറി ജോലികളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. 24ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു എംപ്ലോയി ആയിട്ട് രജ്വീർ മാറി. രജ്വീർ അവിടെ പെർഫോം ചെയ്യുന്ന അവിടെ നിർത്തിയൊന്നുമില്ല. രജ്വീർ പിന്നെയും പെർഫോം ചെയ്തുകൊണ്ടിരുന്നു. കമ്പനിയുടെ ഗ്രോത്തിലൊപ്പം അയാളും ഗ്രോ ചെയ്തു. അങ്ങനെ 30ാമത്തെ വയസ്സിൽ അയാൾ കമ്പനിയുടെ ചീഫ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് മാറി. ആ കമ്പനിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഡയറക്ടർ ബോർഡിലെ ഒരു മെമ്പറായിട്ട് രജ്വീർ എത്തി. ഈ എത്തുന്ന ഈ ജേണിയിൽ രജ്വീർ അറിയാതെ തന്നെ രജ്വീർ പിരമിഡിൻ്റെ 3ാമത്തെയും 4ാമത്തെയും സ്റ്റെപ്പ് ഈ ഒരു 7 വർഷക്കാലത്തോളം ക്രോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവിടെയാണ് മാസ്ലോൻ്റെ 3ാമത്തെ സ്റ്റെപ്പും 4ാമത്തെ സ്റ്റെപ്പും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ ബോണ്ടുകളാണ്. ആളുകളുമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ, ഒരു സൊസൈറ്റി ലവ്, അഫെക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അയാളൊരു ടീമിൻ്റെ ഭാഗമായി കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് റാപ്പോ ബിൽഡ് ചെയ്തു. അതാണ് 3ാമത്തെ പിരമിഡിൻ്റെ സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജും 2ാമത്തെ സ്റ്റേജും അച്ചീവ് ചെയ്തുകൊണ്ട് മാത്രമാണ് അയാൾക്ക് 3ാമത്തെ സ്റ്റേജിൽ എത്താൻ പറ്റിയത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്യുവർലി റെക്കഗ്നിഷനും ഒരു എസ്റ്റീമും റിവാർഡൊക്കെയാണ്. നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു വില, നമ്മളെ ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അയാളെ വിലമതിച്ചത് കൊണ്ടാണ് അയാൾ ആ കമ്പനിയിലെ ചീഫ് ഓപ്പറേഷൻസ് പൊസിഷനിലേക്ക് പുഷ് ചെയ്തത്. കറക്റ്റ് അല്ലേ? അപ്പം 3ാമത്തെയും 4ാമത്തെയും മസ്ലോയുടെ പിരമിഡിൻ്റെ സ്റ്റെപ്പുകളാണ്. 3ാമത്തെ ഒരു സോഷ്യൽ കണക്ഷൻ, 4ാമത്തെ സമൂഹത്തിലൊരു വാല്യൂ. അത് രണ്ടും രജ്വീർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും സ്റ്റോറി ഇതോടുകൂടി കഴിഞ്ഞു എന്നുള്ളത്. ഒരു താഴേ തട്ടിൽ നിന്നൊരാൾ ഒരു സിനിമാറ്റിക് സ്റ്റോറി പോലെ മുകളിലെത്തി ഉയർന്നു വന്ന് ഒരു ചീഫ് ഓപ്പറേഷൻസ് പറയുമ്പോൾ സ്റ്റോറി കഴിഞ്ഞു നമ്മൾ വിചാരിക്കും. പക്ഷെ സ്റ്റോറി അവിടെ തീരുന്നില്ല. അവിടെയാണ് മാസ്ലോയുടെ പിരമിഡിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് വരുന്നത്. ആദ്യം രജ്വീറിൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് പറയാം, എന്നിട്ട് 5ാമത്തെ സ്റ്റെപ്പ് പറയാം. രജ്വീർ 31 വയസ്സാകുമ്പോൾ ജോലി റിസൈൻ ചെയ്തു. അയാൾക്ക് ജോലി മടുത്തതുകൊണ്ടല്ല, അയാൾ ജോലിയിൽ മോശമായതുകൊണ്ടല്ല. ഇൻറ്റേർണലി അയാൾക്ക് മനസ്സിലായി ഐ ഹാവ് ടു സ്റ്റെപ്പ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ പിരമിഡ്. അടുത്ത സ്റ്റെപ്പ് ഓഫ് പിരമിഡ് എന്ന് പറയുന്നത് അയാളെ ഫുൾ പൊട്ടൻഷ്യലായിട്ട് അയാളെ എന്താണോ ഡ്രൈവ് ചെയ്യുന്നത് അതാണ് ഈ പിരമിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മളെ കംപ്ലീറ്റ് ആക്കുന്നത്, ഞാൻ എന്ന വ്യക്തിയെ, രജ്വീർ എന്ന പേഴ്സണാലിറ്റീനെ എന്ത് ആക്ടിവിറ്റിയാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ആക്ടിവിറ്റി ചെയ്യാന്നുള്ളതാണ് രജ്വീർ എടുത്ത തീരുമാനം. ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ രജ്വീറിൻ്റെ ജോലി റിസൈൻ ചെയ്യണമായിരുന്നു. രജ്വീർ ജോലി റിസൈൻ ചെയ്തു. അയാളുടെ തീരുമാനത്തിലൂടെ അയാൾ 5ാമത്തെ പിരമിഡ് സ്റ്റെപ്പിലേക്ക് പോയി. അയാൾ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ ദ ലാഡർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ അയാൾ സ്റ്റാർട്ട് ചെയ്തു. ജോലി റിസൈൻ ചെയ്ത് അയാൾ ജനിച്ച ഒരുപാട് മൈഗ്രൻ്റ് വർക്കേഴ്സ് താമസിക്കുന്ന ബീഹാറിലെ ആ കുഞ്ഞു ഗ്രാമത്തിലേക്ക് അയാൾ പോയി. അവിടെയുള്ള എല്ലാ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ കുട്ടികൾക്കും ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അയാൾ കൊടുത്തു. തുടക്കത്തിലൊക്കെ ലൈവായിട്ട് അദ്ദേഹം തന്നെ പോയി ക്ലാസ് റൂംസിലേക്ക് പിള്ളേരെ വിളിച്ചു കൊണ്ടുവന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. അയാൾ പറഞ്ഞു കൊടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള സയൻസോ ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നുമല്ല, എങ്ങനെ സ്വപ്നം കാണാം. രജ്വീർ അവിടെ ക്ലാസ് ആയിട്ട് എടുത്ത് രജ്വീറിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു.
എൻ്റെ ജീവിതത്തിൽ, രജ്വീറിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ആ പിരമിഡിൻ്റെ ഏത് സ്റ്റെപ്പിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് എങ്ങനെ ആ പിരമിഡിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് എത്താം എന്നുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. 45 വയസ്സാകുമ്പോഴത്തേക്കും 50,000 പിള്ളേരെ രജ്വീറിൻ്റെ ആ കമ്മ്യൂണിറ്റി, ദ ലാഡർ പ്രൊജക്റ്റ് എന്നുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇയാളെ ജനീവയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സമ്മിറ്റ് ഉണ്ട്. ആ സമ്മിറ്റിൽ ഇയാൾക്കൊരു സ്പീച്ചിനുള്ളൊരു സ്ലോട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ അയാളുടെ അടുത്ത് അവിടെ ഒരു മീഡിയയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ദരിദ്രനായി ജനിച്ചതിൽ കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ആൻസർ ചെയ്യുന്നത്, ഞാൻ ദരിദ്രനായി ജനിച്ചതിൽ എനിക്ക് കുറ്റബോധമില്ല. ഓക്കെ. കാരണം ഞാൻ ദരിദ്രനായി ജനിച്ചതുകൊണ്ട് എനിക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റിയത്. ഒന്ന്, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ഇൻവിസിബിൾ പൊട്ടൻഷ്യൽ ഉണ്ട്. 2, നമ്മൾ ദരിദ്രനായി ജനിക്കുന്നതല്ല പ്രശ്നം, നമ്മളെ ആരും കാണാതിരിക്കുന്നതാണ്. ഭാഗ്യവശാൽ ഞാൻ കാണപ്പെട്ടു. ശാലിനി മാഡം അയാളുടെ ഇൻ്റലക്റ്റ്, അയാളുടെ ഉള്ളിലെ പൾസ് കണ്ടുപിടിച്ചതാണ് അയാളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയത്. അതുപോലെ നമ്മൾ ചുറ്റും കാണുന്ന സാധാരണക്കാർക്ക് എല്ലാവരും ബേസിക് ആയിട്ടുള്ള പിരമിഡ് ലെവലിലായിരിക്കും, 1ലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതുപോലെ എല്ലാ ആളുകൾക്കും ഇൻവിസിബിൾ ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തെങ്കിലും ഒരു സ്കില്ല് അയാൾക്ക് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാതെ പോകുന്നതാണ് ലൈഫിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു കഥയിലൂടെ എന്താണ് മാസ്ലോവിൻ്റെ നീഡ് ഓഫ് ഹൈറാർക്കി എന്നുള്ളത് രാകേഷ് നമുക്ക് പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറിയിൽ ഈ 5ാമത്തെ സ്റ്റെപ്പില്ലേ, സെൽഫ് ആക്ച്വലൈസേഷൻ, അത് ഡയറക്റ്റ് എത്തുന്ന ആൾക്കാരുണ്ട്. അതായത് 1, 2, 3, 4 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തേൽ എത്തുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അതായത് ഊണില്ലാണ്ട്, ഉറക്കമില്ലാതെ, ഷെൽട്ടർ ഇല്ലാണ്ട്, ആരും വിലവയ്ക്കാനില്ലാണ്ട്, എന്നിട്ടും അവർക്കൊരു ഡ്രീം ഉണ്ടായിട്ട് അത് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തിയാക്കിയ ആൾക്കാർ. ഇത് സത്യം പറഞ്ഞാൽ മാസ്ലോവിൻ്റെ ഈ തിയറിക്ക് ഒരു ക്രിറ്റിസിസമാണ്. അത് കൊണ്ടുവന്ന് വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അയാളുടെ പേരാണ് കാർൾ റോജേഴ്സ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ് തിയറി എന്നാണ്. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ സ്വയം നിർണ്ണയിക്കുക. അതായത് ഒരു മനുഷ്യൻ്റെ ഫുൾ സ്വാതന്ത്ര്യം എടുത്തിട്ട്, ഫുൾ ഫ്രീഡം എടുത്തിട്ട് അവനെ തന്നെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ബെസ്റ്റ് അവന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിയ ആൾക്കാരുണ്ടല്ലോ, അവർ എന്താ ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും ബെസ്റ്റിലേക്ക് പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രയത്നം ഡയറക്റ്റായിട്ട്, ആ പ്രയത്നം പ്രാക്ടിക്കലായിരിക്കണം. നമ്മുടെ മനുഷ്യന്മാർക്ക് റിയൽ സെൽഫും ഉണ്ട്, ഐഡിയൽ സെൽഫും ഉണ്ട്. ഓക്കെ. എപ്പോഴും ഇത് ഒരുപോലെ പോകണം. എന്നാലും നമ്മൾ ആ പ്രയത്നിക്കുന്ന കാര്യം ആരോഗ്യപരമായിട്ട് പോകാൻ പറ്റുള്ളൂ, അതായത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരി. രമണൻ ഗുസ്തി ചെയ്ത് മുതലാളിയുടെ ബോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻ, അതായത് ഐഡിയൽ സെൽഫ്. ഓക്കെ. പക്ഷെ രമണൻ ഗോതയിലേക്ക് കടന്നപ്പോൾ ഗുസ്തികളത്തിലേക്ക് എതിരാളി ചാടിയതും രമണൻ പറന്നുപോയി. അപ്പോൾ അത് രമണൻ്റെ റിയൽ സെൽഫ്, ആക്ച്വൽ സെൽഫ്. രമണന് ഗുസ്തി ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ. അപ്പോൾ ഈ റിയൽ സെൽഫും ഈ ഐഡിയൽ സെൽഫും പ്രാക്ടിക്കലായാൽ മാത്രമേ അത് ഒരുമിച്ച് പോവുള്ളൂ. മാച്ചിങ് അല്ല, അത് മാച്ചിങ് ആയാൽ മാത്രമേ നമുക്കത് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആസ്പിറേഷനിലേക്ക് എത്തുന്ന ആൾക്കാർ, സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഇത് പ്രാക്ടിക്കലായിരിക്കും. ഐഡിയൽ സെൽഫും റിയൽ സെൽഫും മാച്ചിങ് ആയിരിക്കണം. ഓക്കെ. ആ മാച്ചിങ് ആവാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആംബിഷൻസിന് ആസ്പിറേഷൻ നമുക്ക് പറ്റുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ഈ പ്രയത്നങ്ങൾ നമുക്ക് സന്തോഷകരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിയ ആൾക്കാരില്ലേ, ടോപ്പ് സ്റ്റെപ്പ് 2 തരത്തിലും, അതായത് മാസ്ലോ പറഞ്ഞ സ്റ്റെപ്പിലായാലും അല്ലെങ്കിൽ കാൾസ് പറഞ്ഞ സ്റ്റെപ്പിലായാലും എത്തിയ ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് 2 ക്വാളിറ്റീസാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അവർ ഒരു എക്സ്പീരിയൻസിന്, അവരുടെ ജീവിതത്തിൽ എന്ത് എക്സ്പീരിയൻസിനും അവർ തുറന്ന മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യണം വിചാരിക്കുക, പുതിയതായിട്ടൊരു സിസ്റ്റം കൊണ്ടുവരികയാണ് കമ്പനിയിൽ. കുറേ പേര് അതിന് കുറ്റം പറയും. അതായത് ഇത് കമ്പനി കൊണ്ടുവന്ന് ശരിയാവില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ERP സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കും. അതെ, ഇത് എക്സാമ്പിൾ. അപ്പോൾ അതിൽ കമ്പനി ഇതിനെക്കുറിച്ച് എന്താ പറയുക, ചുമ്മാ അതിനെന്താ പറയുക, കുറ്റം പറയാം. അതായത് കമ്പനിക്ക് എന്ത് വരുമോ ഇല്ലയോ എന്നത് ചിന്തിക്കുന്നില്ല, ഒറ്റ പറച്ചിലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന എതിർപ്പുകളെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ആയ ആൾക്കാർ ചെവി കൊടുക്കില്ല. അവർ അനാവശ്യമായിട്ട് പോയിട്ട് എതിർക്കാനും നിൽക്കില്ല. ആ കമ്പനിയിൽ ഈ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഈ പുതിയ സിസ്റ്റം കൊണ്ടുവന്നാൽ
അതെങ്ങനെ കമ്പനിയിൽ അഡാപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയിൽ എങ്ങനെ പുതിയതായിട്ട് ഗ്രോത്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അവർ ചിന്തിക്കുക, ആ സ്റ്റാഫുകൾ. അത് മെയിനായിട്ട് എന്താ മറ്റേ ഹയർ പൊസിഷനിലെ ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ, ബിക്കോസ് അവരാണ് ആ പിരമിഡ് ടോപ്പിലെ ആൾക്കാർ. രണ്ടാമത്തത്, എത്ര വലിയ ഇത് പ്രശ്നമായാലും, അതായത് നമുക്കത് ആക്രമണകരമായ സ്വഭാവം വരും. അതായത് നമുക്കതിനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു സ്വഭാവത്തിൻ്റെ പീക്ക് എത്തിയാൽ പോലും ഈ ആൾക്കാരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീണ്ടെത്തിയ ആൾക്കാരുടെ ഉള്ളിലെ നന്മ മാത്രമേ പുറത്തു വരുള്ളൂ. ഇപ്പോൾ ഒരാളെ നിനക്ക് ഒരു തർക്കം വന്നു, ഒരു ഇഷ്യൂ വന്നിട്ട് അയാൾ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് അവനോട് തല്ലാൻ തോന്നി. ആ തല്ലാൻ തോന്നിയ സിറ്റുവേഷൻ ആയാൽ പോലും നമ്മുടെ ഉള്ളിലൊരു നന്മ പോയിൻ്റ് ഉണ്ടാവും, അത് മാത്രമേ അയാൾ പുറത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റാക്ക് ചെയ്തിട്ടല്ല, ഈ നമ്മുടെ ഈ നല്ല പ്രവൃത്തി വെച്ചിട്ടാണ് അവർ ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ 2 ക്വാളിറ്റീസാണ് എനിക്കിഷ്ടപ്പെട്ട 2 ക്വാളിറ്റീസ്.